ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പലഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇണ്ടേറിയപ്പാട്ടോ. നല്ലൊരു 4 മണി പലഹാരമാണ്. നിങ്ങൾ എന്തായാലും ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. കുറച്ച് സോഫ്റ്റാണ്, എന്നാൽ കുറച്ച് ഹാർഡാണ്. പിന്നെ ആ തേങ്ങയുടെ കൊത്തൊക്കെ ഉള്ളപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ. ഇത് ക്രിസ്ത്യൻസ് ഒക്കെ ആണെങ്കിൽ നൊയമ്പ് 50 ദിവസം നൊയമ്പ് എടുക്കുമ്പോൾ അതിൽ 25ാമത്തെ ദിവസം നൊയമ്പിൻ്റെ അന്ന് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ക്രിസ്ത്യൻസ് അല്ലാത്തവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരം തന്നെയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് ഇഡ്ഡലി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇഡ്ഡലി റൈസ് വേണമെന്നില്ല, പച്ചരി ആയാലും മതി. അപ്പോൾ 1 ഗ്ലാസ് ഇഡ്ഡലി റൈസ് ഞാനിപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ടെടുക്കാൻ പോവാണ്. അതേപോലെ തന്നെ ഈ സെയിം ഗ്ലാസ് കൊണ്ട് ഒരു 1/4 ഗ്ലാസ് ഉഴുന്നും കൂടി എടുക്കുന്നുണ്ട്. അതും നമുക്കൊരു ബൗളിലേക്ക് ഇട്ടെടുക്കാം. അതിനുശേഷം ഈ ഉഴുന്നും ഇഡ്ഡലി റൈസും കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് 2ലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കാം. നമുക്കൊരു 3 മണിക്കൂർ ഇത് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കാം. ഇപ്പോൾ അരിയും ഉഴുന്നൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്കത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഉഴുന്ന് മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം നന്നായി ഒന്ന് അരച്ചതിന് ശേഷം അരിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ് ഈ മിക്സിയുടെ ജാറിലിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് തേങ്ങയാണ്. 1/2 കപ്പ് തേങ്ങയിലേക്ക് നമുക്ക് 2 അല്ലി വെളുത്തുള്ളി ഇട്ടെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി വലിയ അല്ലിയായി കാരണമാണ് 2 അല്ലി, ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 4 അല്ലി വരെ ഇട്ടെടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. അതുപോലെ നമുക്കൊരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ടെടുക്കാം. അതിനുശേഷം നമുക്കിത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ മാവിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും പൊടിയും കൂടിയും ചേർത്തെടുക്കാം. മിക്സിയിൽ ആദ്യം തന്നെ വെള്ളം ഇല്ലാണ്ട് ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ മാവിലേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയിൽ ഒന്ന് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് എടുക്കാം. ഓഫ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ മാവ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം. അതൊരു 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഈ മാവിൻ്റെ ലൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദോശമാവൊക്കെ ഇല്ലേ, ദോശമാവിനൊക്കെ നമ്മൾ അരച്ചെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു പാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗമ്മ വെച്ചെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങ, ഒരു 1/4 മുറി തേങ്ങ നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ കൊത്തിയെടുക്കുന്ന പോലെ ചെറുതാക്കിയിട്ട് കൊത്തിയെടുത്തിട്ടുള്ളത് നമുക്ക് ആ പാനിലേക്ക് ഇട്ടുകൊടുക്കാം. അതിനുശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ തേങ്ങയൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ചൂടായിരിക്കുന്ന ഓയിലിലേക്ക് ഒരു 4 ചുവന്നുള്ളിയും ഒരു തണ്ട് കറി ലീവ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് മീൻകറിയിലേക്ക് ഉള്ളി കാച്ചുന്നത് പോലെ മൊരിയിച്ചെടുക്കാം. അപ്പം നമ്മൾ ഈ മാവിലേക്ക് ഈ ചുവന്നുള്ളിയും അതുപോലെ കറി ലീവ്സും കൂടിയിട്ട് ഉള്ളി കാച്ചിയ പോലെ ആക്കിയതിന് ശേഷം അതും അതുപോലെ തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പ്ലേറ്റിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മാവ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഒരു 1/4 ഭാഗം വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഈ സ്റ്റീം ചെയ്യുന്ന തട്ട് വെച്ചതിന് ശേഷം ഈ പ്ലേറ്റ് അതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ആവി കയറ്റി കൊടുത്തപ്പോൾ നമ്മുടെ ഇണ്ടേറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് സ്റ്റൗവിൽ നിന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറി വരുന്നവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു സ്പൂൺ വെച്ചതിന് ശേഷം സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനതൊരു പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇണ്ടേറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു കത്തി യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്കിതൊരു ഫ്രൈ പാനിൽ ഇട്ടതിന് ശേഷം നമുക്ക് അങ്ങനെ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. ഞാനിപ്പോൾ സ്റ്റീം ചെയ്യണത് മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇണ്ടേറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പാതി നൊയമ്പിൻ്റെ അന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ക്രിസ്ത്യൻസ് അല്ലാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കാണ്ടിരിക്കുന്നു വേണ്ട, ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് കൂടുതൽ നേരം ഇപ്പോൾ 2 മണിക്കൂർ ഞാൻ ഉഴുന്നൊക്കെ അരച്ച് വെച്ചതിന് ശേഷം കൂടുതൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ 2 മണിക്കൂർ വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് മിയാസ് ഫുഡ് ബുക്ക് ആണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ബൈ.